ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈശോയുടെ കുരിശിൻ്റെ വഴിയിലൂടെ ഈ നോമ്പുകാലത്ത് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ അവിടുന്ന് തൻ്റെ പരസ്യ ജീവിതകാലത്ത് ചെയ്ത് കടന്നുപോയ അത്ഭുതങ്ങളെക്കുറിച്ച് കൂടി ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട അത്ഭുതങ്ങളെല്ലാം ചേർക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആള് കൂടിയിട്ടുള്ളത് അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്താണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, 5000 7000 ഒക്കെ ആൾക്കാർ അപ്പം ഭക്ഷിച്ച് തൃപ്തരായിട്ടുണ്ട്. വലിയ ജനക്കൂട്ടം കൂടുന്ന തിക്കിത്തിരക്കി മുന്നോട്ട് പോകുമ്പോൾ സുഖം പ്രാപിച്ച രക്തസ്രാവക്കാരിയുടെ ആ അത്ഭുതം ആ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും അറിഞ്ഞതാണ്. ഇത്രയേറെ ജനസമ്മതിയുള്ള ഒരു മനുഷ്യൻ ഓശാന ഞായറാഴ്ച വരുന്ന ആ രാജകീയ പ്രവേശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നിട്ടും കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോയപ്പോൾ അതുവരെ കണ്ടുമുട്ടിയിട്ടില്ലാത്ത വ്യക്തികൾ മാത്രമായിരുന്നു ആ കുരിശിൻ്റെ വഴിയിൽ ഈശോയെ സഹായിക്കാനുണ്ടായിരുന്നത്. ശിമയോനായാലും വേറോനിക്ക ആയാലും അവരൊന്നും ബൈബിളിൽ മറ്റൊരിടത്തിലും പ്രത്യക്ഷപ്പെടാത്ത ആളുകളാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നന്മ ചെയ്ത് സന്തോഷമായി കടന്നു പോകുമ്പോൾ നമുക്കുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും ആയിരിക്കത്തില്ല സാമ്പത്തികമായും ആരോഗ്യപരമായും ജീവിത അവസ്ഥകൾ മാറിമറിയുമ്പോൾ നമുക്ക് സഹായത്തിനുണ്ടാവുക. ഈശോയുടെ തിരുസന്നിധാനത്തിൽ നേർമയുള്ള ഒരു മനസ്സോടുകൂടി നമുക്കിപ്പോഴായിരിക്കാം. മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ഒരു കൈത്താങ്ങാവാൻ, എപ്പോഴെങ്കിലുമൊക്കെ കെട്ടുപോകുന്ന തിരികളെ ഒന്ന് കൈ ചേർത്ത് പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഈ നോമ്പുകാലം നമ്മളെ പ്രേരിപ്പിക്കട്ടെ. നമ്മൾ പ്രതീക്ഷിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും ഒന്നും ആയിരിക്കില്ല നമ്മുടെ ജീവിതത്തിൻ്റെ നെടുന്തൂണായി മാറുന്നത് എന്ന സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവർക്ക് നന്മ ചെയ്യുവാനും അവരുടെ സങ്കടങ്ങളിൽ അവരുടെ ഷൂസിലൊന്ന് കാലിട്ട് അവരനുഭവിക്കുന്ന വേദനയുടെ തീവ്രത ഒന്നും മനസ്സിലാക്കാനും നമുക്ക് പരിശ്രമിക്കാം. നല്ല ഈശോയുടെ കുരിശിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ അവിടുത്തെ കരുണയുടെ ഒരംശം നമ്മുടെ ജീവിതത്തിലേക്കും നമുക്ക് ചേർത്ത് വെക്കാം. ഈശോനാഥ, ഈ നോമ്പ് കാലത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാവട്ടെ ഞങ്ങളുടെ ആഹാരത്യാഗങ്ങളെക്കാൾ കൂടുതൽ നല്ല ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ കരുണയുടെ ഒരംശം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള കൃപാവരം അവിടുന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആമേൻ.